പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി. മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും അമ്മയുടെ മാതൃകയിലും അമ്മയിൽ നിറഞ്ഞ കൃപകളിലും നിറയപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെയോർത്ത്, അനുഗ്രഹിച്ചതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവിടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തില് ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 3 നിയോഗങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ കുടുംബത്തില് സമാധാനം നിറയട്ടെ. മക്കളെ ഓർത്ത് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകട്ടെ. ആരോഗ്യ മേഖല, ജോലി മേഖല, പഠന മേഖല, സാമ്പത്തിക മേഖല, കുടുംബ ജീവിതം, വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം എല്ലാം അഭിഷേകത്താൽ നിറഞ്ഞ്, കൃപയാൽ നിറഞ്ഞ് മാതാവിന്റെയും യോസേപ്പിതാവിന്റെയും തിരുക്കുടുംബത്തിന്റെയും പ്രത്യേക മാതൃകയിലും സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയത്തെ, നമ്മുടെ അമ്മയെ വിളിച്ചു കൂടെ നിർത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞ കൃപകളും അമ്മയ്ക്ക് ലഭിച്ച ഭാഗ്യവും അമ്മയ്ക്ക് ലഭിച്ച ശക്തിയും അതിന്റെ പൂർണ്ണതയില് നമുക്കും നൽകുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിന് തിരുമുമ്പില് ഈ അമ്മയോട് ചേർന്ന്, യോസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മയിൽ നിറഞ്ഞ കാര്യങ്ങള്, അമ്മയ്ക്ക് ലഭിച്ച കൃപകള് അതെല്ലാം കണ്ട് ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം. ദൈവകൃപ നിറയണം. അമ്മ മാതാവിന്റെ മാതൃക നമ്മൾ പിന്തുടരണം. ആ അഭിഷേകം നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ലഭിക്കണം. അതാണ് രക്ഷയുടെ അടിസ്ഥാനം. ഈ മാസത്തിന്റെ പ്രത്യേകമായ വിധത്തിലുള്ള അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇതാണ്. മക്കളെ പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന് 37-ാമത്തെ വചനമാണ്. ദൂതൻ മാതാവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മംഗളവാർത്ത പറഞ്ഞു. മാതാവ് ഇന്നലെ ചോദിച്ചത് അങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദൂതൻ പറഞ്ഞ വചനമാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് മാതാവിന്റെ ജീവിതത്തില് അതിശക്തമായിട്ട് സ്വാധീനിച്ച, ദൈവഹിതത്തിന് സമർപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ച വലിയൊരു ദൈവത്തിന്റെ വചനം. ഇത് നമ്മൾ ശരിക്കും അറിയണം. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് എന്താണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇന്ന് നമ്മള് കടന്നു വരുമ്പോ നമ്മുടെ മക്കളുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില് പല പല പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ഒന്നും മനസ്സിലാക്കാൻ പറ്റണില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, പൈശാചിക പീഡകൾ, ഒത്തിരി തകർച്ചകൾ, ഇതെല്ലാം കടന്നു വരുമ്പോ നിരാശപ്പെട്ട്, ഡിപ്രഷനായി, ഭയപ്പെട്ട്, ആകുലപ്പെട്ട് അനേക മക്കൾ ഇന്ന് ഒത്തിരി രോഗാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എല്ലാം കൈവിട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്നുണ്ട്. പ്രത്യാശയില്ലാത്ത രീതിയിൽ ഡ്രഗിന്റെ പിന്നാലെ, അതിന്റെ പേര് കൂട്ടുകൂടി, ജടിക പാപം ചെയ്ത്, മദ്യപിച്ച്, കറങ്ങാൻ പോയി, അലസമായിട്ട് നശിപ്പിക്കുന്ന ജീവിതം. ഒത്തിരിയേറെ മക്കള് ഇതിനോടകം ആത്മഹത്യ ചെയ്തു. ചില മക്കളെങ്കിലും ഇതിനൊക്കെ മറയ്ക്കാൻ വേണ്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി, ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടുകൂടാൻ പോയി. അങ്ങനെ പോയ മക്കളെ പലരും ദുരുപയോഗിച്ചു. നമുക്കറിയാം, കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞാൽ
അവരവരുടെ കാര്യം ചെയ്തിട്ട് അവര് രക്ഷപ്പെട്ടു. ഈ അവസ്ഥയിൽ നമ്മുടെ മക്കള് അവർക്ക് വഴങ്ങി കൊടുക്കുന്നു. ഒത്തിരി മക്കളുടെ അനുഭവം അച്ഛനീ പറയുന്നത്. എന്തിനൊക്കെ വേണ്ടി പോയതാ. പക്ഷെ മക്കളെ, നമ്മുടെ ജീവിതത്തില് നമ്മൾ എന്ത് വന്നാലും, ഇപ്പൊ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടായി, ഡാഡി സ്നേഹിക്കണില്ല, അല്ല അമ്മ മനസ്സിലാക്കണില്ല, പരീക്ഷ തോറ്റുപോയി, ജോലിയിലൊരു മുന്നേറ്റമില്ല, ജോലി കിട്ടണില്ല, ഫ്രണ്ട്സ് ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും എപ്പോഴും പറയും, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ ദൈവമുള്ളൂ. ആ ദൈവത്തിനെ എല്ലാം സാധിക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ആശ്വസിപ്പിക്കാനോ സൗഹൃദം തരാനോ സ്നേഹം തരാനോ സമാധാനം തരാനോ സന്തോഷം തരാനോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. കൂട്ടുകാരിൽ നിന്ന് കിട്ടില്ല, എങ്ങൊന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമുള്ളൂ, ഒരു സ്ഥലമുള്ളൂ, ഒറ്റ സ്ഥലമുള്ളൂ. അത് കർത്താവ്, ദൈവം. അതുകൊണ്ട് ഒത്തിരി മക്കള്, ഞാൻ സങ്കടത്തോടൊപ്പം ഒത്തിരി മക്കള് മറ്റു പലതിലും ആശ്രയിച്ചു പോകും. കൂട്ടുകെട്ട്, ഫ്രണ്ട്സ്, ഭക്ഷണം, കറങ്ങാപ്പോക്ക്, അതോടൊപ്പം തന്നെ പല പല എന്താ പറയാ, ഹോം സ്റ്റേക്ക് പോവുക, റിസോർട്ട് ബുക്ക് ചെയ്ത് അതിന്റെ പിന്നാലെ പോവുക, വലിയ ഭക്ഷണങ്ങൾ കഴിക്കുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് പോവുക. അത് ആത്യന്തികമായിട്ട് വരുമ്പോ നിരാശ, ശൂന്യത. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവമാണ് എല്ലാത്തിനും സാധിക്കുന്നവൻ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ദൈവവിശ്വാസത്തില്, ഈ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാം സാധിക്കുന്നവനാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഈ വചനം എന്താണ്? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വചനം നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് ലഭിച്ചാൽ നമ്മുടെ മക്കളുടെ 100% പ്രശ്നമാണ്. 100%. അതുകൊണ്ട് ഇന്ന് നമ്മൾ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പ്രിയപ്പെട്ട മക്കളെ, ഈ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാണല്ലോ നമ്മുടെ മക്കള് ദൈവത്തെ ആശ്രയിക്കും. ഒരു പ്രശ്നം വരുമ്പോ വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല, ദൈവത്തിനെ പറ്റൂ. ആ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ കൂദാശകൾ സ്വീകരിക്കും, വിശുദ്ധ ജീവിക്കും, വചനം വായിക്കും, ജപമാല ചൊല്ലും, പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും. കാരണം ദൈവത്തിനെ സാധിക്കൂ. ആ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് ഞാൻ പറയും, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. ഒരു ചെറിയ സ്പേസ്, ചെറിയൊരു കാലഘട്ടം. നമുക്കത് ശൂന്യമായി തോന്നിയേക്കാം. പക്ഷെ ആ കാലഘട്ടത്തില് ഈ വചനം ഉറപ്പിക്കണം. ഞാൻ മക്കൾ പറയാറുണ്ട്, പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു, പള്ളിയിൽ പോയി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ആശ്രയിക്കണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ദൈവത്തെ വിട്ട് ഒത്തിരി മക്കള് അതിന്റെ പേര് ദൈവത്തെ വിട്ട്, കൂദാശ വിട്ട്, വീട്ടുകാരെ വിട്ട്, അപ്പനെ വിട്ട്, സഭ വിട്ട് പോയ മക്കളുണ്ട്. എവിടെ പോയി? എങ്ങും പോയിട്ട് കാര്യമില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ ദൈവത്തിലേക്ക് ആഴപ്പെടുക. എന്ത് പ്രശ്നം വന്നാലും, ദൈവമേ നിനക്കെല്ലാം സാധ്യമാണെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ജോബ് പറഞ്ഞ പോലെ, ജോബ് 42:1-2 പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റും. ജോബ് എപ്പോഴാ പറഞ്ഞ? എല്ലാം നശിച്ച് തകർന്ന്, നമുക്കറിയാം ജോബിന്റെ അവസ്ഥയൊക്കെ. ആ സമയത്തും ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ്. അതാണ് മക്കളെ അതൊരു അഭിഷേകമാണ്. അത് മാതാവിന് അത് ലഭിച്ച സമയം മുതൽ അമ്മ ദൈവത്തിന് സമർപ്പിക്കുക. നാളെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കും. നമ്മുടെ മക്കളെ, ഈ വചനത്തിന് അത്ഭുത ശക്തി നമ്മുടെ മക്കളിൽ നിറയണം. നമ്മുടെ മക്കൾക്ക് ഇന്ന് തീരെ വിശ്വാസമില്ല, തീരെ പ്രത്യാശ. അവർ വിചാരിക്കുന്ന പോലെ ഒറ്റയടിക്ക് കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ പോയി. നമുക്കറിയുന്ന ഒത്തിരി പേര് പോയി ഉടമ്പടി എടുത്തു, അവിടെ പോയിട്ട് നിയോഗം വെച്ചു, നിയോഗ പ്രാർത്ഥന പങ്കെടുത്തു, കിട്ടിയില്ല. അതിന്റെ പേരില് നിയോഗ പ്രാർത്ഥന പങ്കെടുത്തിട്ട് കിട്ടിയില്ലല്ലോ, ഉടമ്പടി എടുത്തിട്ട് കിട്ടിയില്ലോ, ഇനി എന്തിനാ പ്രാർത്ഥിക്കണേ? പ്രാർത്ഥന ഫേക്കാണ്, നിയോഗ പ്രാർത്ഥന ഫേക്കാണ്, ഉടമ്പടി ഫേക്കാണ്, ദൈവം ഫേക്കാണ്, മാതാവ് ഫേക്കാണ്. ഇങ്ങനെ പറയണ ഒത്തിരി മക്കൾ അച്ഛൻ കണ്ടിട്ടുണ്ട്. എന്റെ മക്കൾ, ഇതൊന്നും ഫേക്കല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ഈ ഒരു വലിയൊരു അഭിഷേകം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ കർത്താവിൽ ഏതവസ്ഥയിലും ഉറച്ച് 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 നിൽക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യാനുസ്ഥാനത്തില് ലൂക്കാ 1:37 വചനശക്തി അഭിഷേകമായി നിറയപ്പെടാൻ, ആ വചന മാംസം ധരിക്കാൻ നമ്മുടെ മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട്
അമ്മ മാതാവിന്റെ യോസേപ്പിതാവിന്റെ ജീവിതത നമ്മെ പഠിപ്പിക്കുന്ന നമുക്ക് ദിവ്യകാരണത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അമ്മ മാതാവിന്റെ വലിയ സാന്നിധ്യത്തില് അമ്മയിൽ നിറഞ്ഞ കൃപയും അമ്മയുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങളെയും അങ്ങയിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത്, അങ്ങയുടെ കൃപയിലേക്ക് ഞങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മയ്ക്ക് ലഭിച്ച ഭാഗ്യം, വചനമാംസം ധരിക്കാൻ, വചനത്തിൽ വിശ്വസിക്കാൻ ലഭിച്ച ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ലൂക്കാ 37 ദൈവത്തിനൊന്നും അസാധ്യമല്ല, അത് സത്യമാണ്. കർത്താവേ, ആ സത്യവചനം മനസ്സിലാക്കി അത് സ്വീകരിച്ച് അതിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. കർത്താവേ, ആ വിശ്വാസം ഞങ്ങളെ അങ്ങയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുമല്ലോ. ഞങ്ങളുടെ മക്കള് നിരാശപ്പെട്ട് കഴിയുന്നു, പരാജയപ്പെട്ട് കഴിയുന്നു, വിശ്വാസപ്പെട്ട് ജീവിക്കുന്നു, കൂതാശപ്പെട്ട് ജീവിച്ച് നശിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യം? അമ്മ പ്രാർത്ഥിച്ചില്ലേ? ഇത്ര നാള് പ്രാർത്ഥിച്ചില്ലേ? എന്ത് കിട്ടി? പല ചോദ്യങ്ങളുണ്ട്. കർത്താവേ, ഈ വചനം ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ വിശ്വസിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കും വിധത്തിൽ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കി ഈ വചനം സത്യമാണെന്ന് മനസ്സിലാക്കും വിധം കർത്താവേ, അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ, കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങൾ വെറും മനുഷ്യരാ കർത്താവേ. ഞങ്ങളുടെ മക്കള് അത്ര വിശ്വാസമൊന്നുമില്ല. അവർക്ക് പ്രാർത്ഥന കിട്ടിയില്ലെങ്കിൽ അവര് പ്രാർത്ഥന വിട്ടുപോവാ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോ ഈ വചനം സ്ഥിരീകരിച്ചു കൊടുത്തുകൊണ്ട്, വചന സത്യമാണ്, അതിനത് സ്ഥിരീകരിച്ചു കൊടുത്തുകൊണ്ട് അത്ഭുതങ്ങളും രോഗശാന്തികളും വിജയങ്ങളും നേട്ടങ്ങളും കുറെയൊക്കെ നൽകി ഈശോ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ സത്യവചനത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതിൽ ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കും വിധത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ച് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവേ, അങ്ങയുടെ കരബലം വചനശക്തി പ്രകടമാക്കി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എന്തു വന്നാലും കർത്താവേ, അങ്ങയിൽ നിന്ന് വിട്ടുപോകാത്ത ജോബിന്റെ വിശ്വാസത്തിന്റെ ധാർഢ്യത, കർത്താവിന് എല്ലാം സാധ്യമാണെന്നും അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലെന്നും അങ്ങയുടെ പദ്ധതികൾ ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ആ ഒരു അറിവ് ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. എന്തു വന്നാലും അങ്ങേ വിട്ടുപേക്ഷിക്കാത്ത അഭിഷേകം അത് ഞങ്ങളെ പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും അതിലൂടെ ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളിലേക്കും നയിക്കുമാറാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാര സന്നദ്ധിയിൽ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ലൂക്കാ 1:37 വചനത്തിന്റെ അത്ഭുത ശക്തി ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ ആ വചനത്തിന്റെ ശക്തി നിറയപ്പെടാൻ നമ്മുടെ മക്കളെയും കുടുംബത്തെയും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആ ശക്തി, ഈ ആശീർവാദത്തിലൂടെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയ്ക്ക് ലഭിച്ച വലിയ ഭാഗ്യം ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ വചനം മാംസം ധരിച്ച അമ്മയെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളും ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ.
ആമേൻ.